Hi everyone, welcome to English with Jo YouTube channel. Day 27 Conversation Sentence in Past Tense. ഇതിന് മുമ്പുള്ള ലെസണിൽ എന്താണ് പാസ്റ്റ് ടെൻസ്, എങ്ങനെ ഉപയോഗിക്കാം, സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും പാസ്റ്റ് ടെൻസിലെ ഒരു സംഭാഷണം വരുമ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എങ്ങനെയാണ് പറയേണ്ടത് എന്നതിൽ ഒരു കോൺഫിഡൻസ് കുറവ് വന്നേക്കാം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ പാസ്റ്റ് ടെൻസ് കോൺവെർസേഷൻ കോമൺ ആയി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. വെൻ ഡിഡ് യു വേക്ക് അപ്പ് ടുഡേ? നീ ഇന്ന് എപ്പോഴാണ് ഉണർന്നത്? When did you wake up today? I woke up early. ഞാൻ നേരത്തെ ഉണർന്നു. Around 5:30 AM. ഏകദേശം 5:30 മണിയോടെ. I woke up early around 5:30 AM. അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ പറയാം, I woke up late around 9 AM. I woke up late around 9 AM. എന്നാൽ പതിവ് സമയത്താണ് എഴുന്നേറ്റു എന്ന് പറയുന്നതെങ്കിൽ ഐ വോക്ക് അപ്പ് അറ്റ് മൈ യൂഷ്വൽ ടൈം അറ്റ് 7 AM. ഞാൻ എൻ്റെ പതിവ് സമയത്ത് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് അറ്റ് മൈ യൂഷ്വൽ ടൈം അറ്റ് 7 AM. ഡിഡ് യു ഗോ ടു ദി ഓഫീസ് യെസ്റ്റർഡേ? നീ ഇന്നലെ ഓഫീസിൽ പോയിരുന്നോ? ഡിഡ് യു ഗോ ടു ദി ഓഫീസ് യെസ്റ്റർഡേ? പോയിരുന്നു എന്നാണ് ആൻസർ എങ്കിൽ യെസ് പറയാം, ഇല്ലെങ്കിൽ നോ പറയാം. ഇങ്ങനെ ഒരു എസ് ഓർ നോ അല്ലാതെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായി ഈ ഒരു സെൻറ്റൻസ് കാണാം. യെസ് ഐ വെൻറ്റ് ടു ദി ഓഫീസ് യെസ്റ്റർഡേ ടു അറ്റൻഡ് എ മീറ്റിംഗ്. അതെ, ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിരുന്നു. യെസ് ഐ വെൻറ്റ് ടു ദി ഓഫീസ് യെസ്റ്റർഡേ ടു അറ്റൻഡ് എ മീറ്റിംഗ്. നെഗറ്റീവ് ആൻസർ നോക്കാം. നോ ഐ ഡിഡിൻറ്റ് ഗോ ടു ദി ഓഫീസ് യെസ്റ്റർഡേ. ഇല്ല, ഞാൻ ഇന്നലെ ഓഫീസിൽ പോയില്ല. ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ ഐ വാസ് ഓൺ ലീവ്, ഞാൻ ലീവായിരുന്നു. നോ ഐ ഡിഡിൻറ്റ് ഗോ ടു ദി ഓഫീസ് യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസ് ഓൺ ലീവ്. ഈ വീഡിയോയിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ ആൻസർ ഓരോ വ്യക്തിയുടെയും പലതാവാം. പക്ഷേ ഈ ഒരു ആൻസറിൽ കാണുന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻസർ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എങ്കിൽ വളരെ ഈസിയായി സംസാരിക്കാൻ കഴിയും. വിത്ത് ഹും ഡിഡ് യു ഗോ ടു ദ മൂവി? നിങ്ങൾ ആരുടെ കൂടെയാണ് സിനിമയ്ക്ക് പോയത്? വിത്ത് ഹും ഡിഡ് യു ഗോ ടു ദ മൂവി? ഐ വെൻറ്റ് ടു ദ മൂവി വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനൊപ്പമാണ് സിനിമയ്ക്ക് പോയത്. അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിനൊപ്പമാണെങ്കിലോ ഇങ്ങനെ പറയാം, I went to the movie with my sister. Were you busy yesterday? നീ ഇന്നലെ തിരക്കിലായിരുന്നോ? Were you busy yesterday? Yes, I was busy with work. അതെ, ഞാൻ ജോലിയുടെ തിരക്കിലായിരുന്നു. Yes, I was busy with work. No, I had some free time. ഇല്ല, എനിക്ക് കുറച്ച് ഒഴിവ് സമയം ഉണ്ടായിരുന്നു. No, I had some free time. Were you tired yesterday? നിങ്ങൾ ഇന്നലെ ക്ഷീണിതനായിരുന്നോ? യെസ്, അതെ. ഐ വാസ് വെരി ടയർഡ്. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. നോ, ഐ വാസിൻറ്റ് ടയർഡ് അറ്റ് ഓൾ. ഞാൻ ഒട്ടും ക്ഷീണിതനായിരുന്നില്ല. വാസ് ഷീ ഗോയിങ് ഷോപ്പിംഗ്? അവൾ ഷോപ്പിങ്ങിന് പോകുകയായിരുന്നോ? യെസ്, ഷീ വാസ് ഗോയിങ് ഷോപ്പിംഗ്. അതെ, അവൾ ഷോപ്പിങ്ങിന് പോവുകയായിരുന്നു. നോ, ഷീ വാസിൻറ്റ് ഗോയിങ് ഷോപ്പിംഗ്. ഇല്ല, അവൾ ഷോപ്പിങ്ങിന് പോവുകയായിരുന്നില്ല. ഹൂ വർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ? നീ ആരോടായിരുന്നു ഫോണിൽ സംസാരിച്ചത്? ഹൂ വർ യു ടോക്കിംഗ് ടു ഓൺ ദ ഫോൺ? ഐ വാസ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയായിരുന്നു. I was talking to my friend. I was talking to my colleague. ഞാൻ എൻ്റെ സഹപ്രവർത്തകനോട് സംസാരിക്കുകയായിരുന്നു. I was talking to my colleague. Had you finished your homework?
ബിഫോർ യു വെൻറ്റ് ടു ദ പാർട്ടി? നീ പാർട്ടിക്ക് പോകുന്നതിന് മുൻപ് ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് ബിഫോർ യു വെൻറ്റ് ടു ദ പാർട്ടി? യെസ്, ഐ ഹാഡ് ഫിനിഷ്ഡ് ഇറ്റ്. അതെ, ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നാണെങ്കിലോ? നോ, ഐ ഹാഡിൻറ്റ്. ഹാഡ് ഷീ ലെഫ്റ്റ് ബിഫോർ ദേ അറൈവ്ഡ്? അവർ എത്തുന്നതിന് മുൻപ് അവൾ പോയിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഷീ ലെഫ്റ്റ് ബിഫോർ ദേ അറൈവ്ഡ്? യെസ്, ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ദേ അറൈവ്ഡ്. അതെ, അവർ എത്തുന്നതിന് മുൻപ് അവൾ പോയിട്ടുണ്ടായിരുന്നു. നോ, ഷീ ഹാഡിൻറ്റ് ലെഫ്റ്റ് ബിഫോർ ദേ അറൈവ്ഡ്. ഇല്ല, അവർ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ പ്രസന്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും കോൺവെർസേഷനിൽ കൂടുതലായും കോമൺ ആയി ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇനിയുള്ള ലെസണിലൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.